ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പിലാണ് പോകുന്നത്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പി ലാൻഡാണ്, തിരുവനന്തപുരത്തെ. ഞങ്ങൾ അവിടെ നിന്ന് അകത്ത് കയറിയപ്പോൾ ഒരു 10:15 ആയിട്ടാണ് ചെന്നത്. 10:30 തുറക്കുന്നത്. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ ആളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോയി വെളിയിരുന്നു ഇച്ചിരി നേരമൊക്കെ കളിച്ച്, പിന്നെ ആ കാറിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി നേരമൊക്കെ കളിച്ച് രസിച്ചു. പിന്നെ അവിടെ ഒരു വെള്ള വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഞങ്ങൾ കയറി ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു ഷെൽട്ടറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു വെളിയിൽ. ഇപ്പം തൊട്ട് ഭയങ്കര ചൂടില്ലേ വെളിയൊക്കെ. പിന്നെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ചേച്ചി, അനിയത്തി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ ഫാമിലിയും വിളിച്ചിട്ടാണ് ഈ ട്രിപ്പിനകത്തോട്ട് കയറിയിരിക്കുന്നത്. പിന്നെ ആ വീട്ടിനകത്ത് ഞങ്ങൾ കയറിയപ്പോൾ അവിടെ കുറേ ബെഡ്സൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ നിന്ന് അതിൻ്റെ അകത്തൊക്കെ കയറി ഇങ്ങനെ കിടക്കാം, റെസ്റ്റൊക്കെ വല്ലതും എടുക്കണമെങ്കിൽ. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇച്ചിരി നേരമൊക്കെ കയറിയൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയായിരിക്കും ആ റൈഡ്സൊക്കെ, പിന്നെ കുറേ റൈഡ്സ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളുടെ ടൈം ഫുള്ളും കളഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇച്ചിരി വീഡിയോസൊക്കെ എടുത്ത് പിന്നെയാണ് നമ്മുടെ എൻട്രൻസ്. ആ എൻട്രൻസിലേക്ക് ഞങ്ങളിങ്ങനെ നടന്ന് ചുമ്മാ പോകാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഹായൊക്കെ കാണിച്ചിട്ട് പിന്നെ ബാക്കിലൂടെ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ ഒരു പൂള് കാണാം. ആ പൂളിൻ്റെ അകത്ത് വെള്ളമില്ലായിരുന്നു, പക്ഷെ അന്ന് ഞങ്ങൾ പോയപ്പോൾ നല്ല വെള്ളമായിരുന്നു. പിന്നെ ഇപ്പോൾ അന്നത്തെ ഒരു കുഴിയുണ്ട്, അതുകൊണ്ട് അന്നത്തെ വെള്ളം ലീക്കാവുന്നതുകൊണ്ട് അവർ അന്നത്തെ വെള്ളം നനച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോയി. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ച്. പിന്നെ ഞങ്ങൾ കാണുന്നത് ഒരു റോക്സിൻ്റെ ഒക്കെ ഒരു സ്ഥലമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു 1 2 3 4 അങ്ങനെ 6 മങ്കീസൊക്കെ ഉണ്ട്. അവിടെ അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഐ ലവ് ഹാപ്പി ലാൻഡ് എന്ന് പറഞ്ഞ് അന്നൊരു ടോട്ടോയ്സിൻ്റെ പടവും ഉണ്ട്, നമ്മുടെ ആ ഹാപ്പി ലാൻഡിൻ്റെ സിമ്പിൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി നേരമൊക്കെ കയറി അതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി കളിച്ച് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കസിൻസ് എല്ലാം വന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് റെഡി ആയിരിക്കുക. എന്നിട്ട് കസിൻസും അവിടെയൊക്കെ കയറി ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി നേരമൊക്കെ ഓടി കളിച്ച്. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി പിടിക്കുന്നതൊക്കെ കളിയൊക്കെ കളിച്ച്, ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച്, അങ്ങനെ കുറേ ഗെയിംസൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ നടന്ന് പിന്നെ ഒരു സ്ഥലമാണ്, ഇത് സ്ലൈഡാണ്. ആ സ്ലൈഡിൽ കൂടെ പോവാം നമുക്ക്. എന്നിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് എത്താം. ഇവിടെ ഒരു ഫ്രോഗുണ്ട്, നല്ല വൃത്തിക്ക് അവരെല്ലാം ഈ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ അഡൽട്സിന് റേറ്റ് വരുന്നത് ഒരു 700 and something ആണെന്ന് തോന്നുന്നു. സൺഡേസിലൊക്കെ 800 ആണ്. ചൈൽഡ്സിന് ഒരു 700 ബിലോ ആണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കയറി കളിച്ചു. പിന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാനും വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റത്തില്ല. കാരണം അങ്ങനൊരു നിയമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും കളിക്കാത്തത് നിങ്ങളെ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തന്നേനെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത പൂളാണ് വേവ് എന്നും പറഞ്ഞൊരു പൂൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലവർക്കൊക്കെ അറിയായിരിക്കും, 100% ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും വേവ് പൂൾ എന്തുവാണ്. ഒരു വള്ളി ഇങ്ങനെ പിടിക്കും. വേവ് ഓരോ സമയത്തും ഇങ്ങനെ ഹൈറ്റായിട്ട് കൂടിക്കൂടി വരിക. ഏറ്റവും അറ്റത്തോട്ട് പോകുമ്പോൾ ഭയങ്കര ഹൈറ്റാണ്. ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വേവ് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ നമ്മൾ മുങ്ങിയൊക്കെ പോകുമ്പോൾ, അതുകൊണ്ട് നമ്മൾ ആ വള്ളി പിടിച്ചിരിക്കണം. അറ്റത്തൊക്കെ പോയാൽ നല്ല വേവാണ്. പിന്നെ മറ്റേ പാർക്കൊക്കെയുള്ള പൂളുണ്ട്. ആ പൂളിലൊക്കെ ഞങ്ങൾ കയറി കളിച്ച്. പിന്നെയാണ് ഒരു ആടുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ ചെല്ലപ്പോൾ തന്നെ അത് പൂട്ടിപ്പോൾ. ഞങ്ങൾ കുറേ നേരം പൂളിലാണ് സ്പെൻഡ് ചെയ്തത്. എപ്പോഴും ഞങ്ങൾ പൂളിലാണ്, എല്ലാ പൂളിലും കുറേ നേരം സ്പെൻഡ് ചെയ്തത് മറ്റേ പാർക്കൊക്കെയുള്ള പൂളിലാണ്. പിന്നെ അവിടെ നോക്കിയപ്പോൾ ഞങ്ങൾ വാരയും തെങ്ങും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. പിന്നെ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നടന്നു വീണ്ടും പോയി. പിന്നെ ഡോണറ്റാണ് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ചത്. പിസ്ത ഡോണറ്റ്, പച്ച കളറായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു. പിന്നെ അടുത്ത ഞങ്ങൾ സ്ഥലത്തോട്ട് പോകുന്നത് നമ്മുടെ എൻട്രൻസ് ആ സ്ഥലത്തേക്കാണ്. പിന്നെ അവിടെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അവിടെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ സ്ഥലത്തൊക്കെ പോവുകയാണ്. അത്യാവശ്യം ഞങ്ങൾ എല്ലാ റൈഡ്സിലും കയറി, പക്ഷേ ഞങ്ങൾക്കൊരു 3 റൈഡ്സ് മാത്രം കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചത്, അപ്പോഴത്തെ ആ റൈഡ്സ് ക്ലോസ് ആയി. പിന്നെ ഒരു ബുള്ളെന്ന് പറഞ്ഞൊരു റൈഡ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കഴിഞ്ഞ ഗ്രീൻ വാലിയിൽ പോയപ്പോൾ ഒരു റൈഡിൽ കയറിയില്ലേ, ബുള്ളിനകത്ത്. ഇവിടെ മാത്രം ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് കഴിഞ്ഞതിനകത്ത് കയറിയില്ല. ഇവിടെ മാത്രം പറയുക തലകറക്കം വരും. 15 ഇയേഴ്സിൻ്റെ എബോവ് ഉള്ള ആൾക്കാർക്കേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നടന്ന് വെളിയെത്തി. പിന്നെ ഞങ്ങളുടെ കാറ് കണ്ടുപിടിക്കുന്ന ജോലിയാണ്. പിന്നെ ഞങ്ങൾ കാറ് കണ്ടുപിടിച്ച്. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും കുറേ പോസ്റ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ പോസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ കാറ് കണ്ടുപിടിക്കുകയാണ്. ആകാശം നന്നായിട്ട് ഇരുട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നത് നോക്ക്. ചിലതൊക്കെ നല്ല വൈറ്റ് ക്ലൗഡ്സും ചിലതൊക്കെ നല്ല ഗ്രേ ക്ലൗഡ്സുമാണ്. പിന്നെ ഞങ്ങൾ കുറേ റെഡ് കാറ്, വൈറ്റ് കാറ്, ബ്ലാക്ക് കാറ്, ഗ്രീൻ കാറ് വരെ കണ്ടു. പിന്നെ ഞങ്ങളുടെ ഗ്രേ കാറ് ഞങ്ങൾ
കയറി. പിന്നെ ഞാൻ അവിടെ ഫുള്ള് ഫോട്ടോ എടുപ്പാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന വഴി ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട്, എല്ലാ കടയും തിരിച്ചു വന്ന വഴിയാണ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ ഹായൊക്കെ എപ്പോഴും കാണിക്കും. എപ്പോൾ യൂട്യൂബ് ചാനലിൽ കണ്ടാൽ അമ്മയുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പറപ്പിച്ചിട്ടു. ഞങ്ങൾ വീട്ടിലെത്തിയത് ഒരു 9 മണിക്കാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.